അരുകുമാർ, അതായത് കോവൂർ ഇരിങ്ങാലക്കുട റോഡിൽ രാത്രികാല കട നടത്തുന്നതിന്റെ മറവിൽ ലഹരി കച്ചവടം ഉണ്ടെന്ന് നാട്ടുകാർ കുറച്ചു കാലമായി പറയുന്നതാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇവിടെ പ്രതിഷേധമുണ്ടായിരുന്നു. നാട്ടുകാർ പത്രക്കേസിന് കട അടപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ കട അടപ്പിക്കാൻ എത്തിയ നാട്ടുകാർക്കെതിരെ കച്ചവടക്കാർ ആക്രമണം അഴിച്ചുവിടുകയും അതിലൊരു ഡിവൈഎഫ്ഐ നേതാവിന് മെഡിക്കൽ കോളേജ് സെക്രട്ടറിക്ക് പരിക്ക് പറ്റിയിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ മാർച്ച് നടത്തിയത്. ആ മാർച്ചിനിടയിലാണ് ഇന്നലെ സംഘർഷം നടന്ന കടയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കും. കടയ്ക്ക് നേരെ കല്ലെറിയുകയും കടയിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തു. വലിയ പോലീസ് സന്നാഹമുണ്ട്. പോലീസ് ഈ പ്രതിഷേധക്കാരെ മുഴുവൻ തടയുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കടയ്ക്ക് നേരെ കല്ലെറിഞ്ഞു. ഒപ്പം തന്നെ ഡിവൈഎഫ്ഐ ജില്ലാ ഭാരികളൊക്കെ തന്നെ ഇതിൽ ഈ പ്രതിഷേധത്തിൽ നേതൃത്വം നൽകുന്നുണ്ട്. കോവൂരിൽ നിന്ന് പ്രകടനമായാണ് 100-ലധികം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ഇരിങ്ങാലപ്പള്ളിയിലേക്ക് വന്നത്. ഇന്നലെ സംഘർഷം നടന്ന കടയ്ക്ക് മുന്നിലെത്തിയപ്പോൾ പ്രവർത്തകർ ആ കടയിലേക്ക് ഓടിക്കയറുകയും കടയ്ക്ക് നേരെ കല്ലെടുത്ത് എറിയുകയും ചെയ്തത്. കടയുടെ ഗ്ലാസുകളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പിന്തിരിച്ച് റോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മേഖലയിൽ നേരിയ തോതിൽ സംഘർഷം നടക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം എക്സൈസ് ഇവിടെ എത്തി വലിയൊരു ലഹരി ഇടനിലക്കാരനെ വിൽപ്പനക്കാരനെ പിടികൂടിയിരുന്നു. അതിനുശേഷമാണ് നാട്ടുകാർ സംഘടിച്ച ഈ മേഖലയിലുള്ള കടകൾ രാത്രി 10:00-ക്ക് ശേഷം പ്രവർത്തിക്കാൻ പാടില്ല സർവകക്ഷി യോഗം അരുൺകുമാർ, കടയുമായി ബന്ധപ്പെട്ട ആളെ അല്ല പിടികൂടിയത്. വ്യാപാരികൾ പറയുന്നത് അതുതന്നെയാണ്. ഞങ്ങൾ കച്ചവടം നടത്തുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിൽ രാത്രിയിൽ പ്രവർത്തിക്കുന്ന കട മറയാക്കിക്കൊണ്ട് ലഹരി സംഘങ്ങൾ വരുന്നു, ലഹരി വിൽപ്പന നടത്തുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതിനെതിരെയാണ് നാട്ടുകാർ സംഘടിക്കുകയും രാത്രി 10:00-ക്ക് ശേഷം ഇവിടെ കടകൾ തുറക്കാൻ പാടില്ല എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കടകൾ അടപ്പിക്കാൻ വേണ്ടി എത്തിയപ്പോൾ നാട്ടുകാർക്കെതിരെ വ്യാപാരികൾ പ്രതിഷേധിക്കുകയും അതിൽ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന് പരിക്കേൽക്കുകയും ചെയ്തത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ പ്രകടനം നടത്തിയത്. പ്രകടനം നടത്തി വരുന്ന സമയത്താണ് ഇന്നലെ സംഘർഷം നടന്ന കടയ്ക്ക് മുന്നിലെത്തിയപ്പോൾ ഈ കടയ്ക്ക് നേരെ കല്ലേറുണ്ടാവുകയും കടയിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് ഇപ്പോൾ ഈ പ്രവർത്തകരെ തള്ളി നീക്കുകയാണ്. ഒരു ആംബുലൻസും വഴി വരുന്നുണ്ട്. 108 ആംബുലൻസ് വരുന്നുണ്ട്. മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് പ്രവർത്തകർക്ക് തന്നെ സൈഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. വലിയ രീതിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നു. വലിയ രീതിയിൽ പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വന്നത്. പോലീസ് ഇവരെ തടയാൻ ശ്രമിച്ചു. പക്ഷേ അതിനിടയിൽ കുറേ ആളുകൾ കടയിലേക്ക് കയറി കട തല്ലി തകർക്കാൻ ശ്രമിച്ചു. കല്ലെറിഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് ഇപ്പോൾ അവരൊക്കെ തന്നെ റോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസുമായിട്ടുള്ള നേരിയ തോതിലുള്ള ഉന്തും തള്ളു നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ നാട്ടുകാരും ഇവിടെ തമ്പടിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് തന്നെ ഇന്ന് കടകളൊന്നും തന്നെ ഇവിടെ തുറന്നിട്ടില്ല. കാരണം സംഘർഷ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ കടകൾ ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം ഒന്നും തന്നെ തുറന്നിട്ടില്ല. സാധാരണ പുലർച്ചെ വരെയൊക്കെ തന്നെ തുറന്നിരിക്കുന്ന കടകളാണ്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ എത്തുന്നതാണ്. നാട്ടുകാർ പറയുന്നത് ചായ കുടിക്കാൻ എന്ന പേരിൽ ദൂരെ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തുന്നത് എന്തുകൊണ്ടാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതായത് ധാരാളം ആളുകൾ രാവിലെയുമായിട്ട് നാട്ടുകാരെ ആളുകൾ പ്രഭാത നടത്തത്തിന് രാത്രികാല നടത്തത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് റോഡിന് ഇരുവശവും നിരവധി ചായക്കടകൾ വന്നു. അത് പുലർച്ചെ വരെ തുറന്നിരിക്കും. ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ആളുകൾ ഇവിടേക്ക് വരാൻ തുടങ്ങി. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇതൊരു ലഹരി താവളമായി മാറുന്നു, ലഹരി ഇടപാട് നടത്തുന്ന കേന്ദ്രമായി മാറുന്നുവെന്ന് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുകയും നാട്ടുകാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഘടിച്ച് ഇവിടെ എത്തുകയും കടകൾ പൂട്ടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. സർവകക്ഷി യോഗം വിളിച്ച് കടകൾ പൂട്ടാൻ വേണ്ടി തീരുമാനമെടുത്തെങ്കിൽ അതിൽ ഒരു വിഭാഗം കടയുടമകൾ അതിന് ിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അതിനിടയിലാണ് നാട്ടുകാരിലായ ചില ആളുകൾക്കും ഡിവൈഎഫ്ഐയുടെ മെഡിക്കൽ കോളേജ് സെക്രട്ടറിക്ക് അശ്വിനും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ 100-ലധികം വരുന്ന പ്രവർത്തകർ പ്രകടനമായി ഈ കോവൂരിൽ നിന്ന് വരികയും ഈ കടയുടെ മുൻപിലെത്തിയപ്പോൾ ആ കടയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചിരുന്നു. ഇതിന് മുന്നിൽ വലിയ പോലീസ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഭാഗത്ത് കാണുന്ന ദൃശ്യങ്ങൾ തത്സമയമാണോ? ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണോ അവിടെ? അതെ, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. റോഡിന്റെ നടുവിൽ പ്രവർത്തകർ ഈ കടയിലേക്ക് പോകാൻ തള്ളുകൂടുന്നു. പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നു. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോവൂർ ഇരിങ്ങാടൻപള്ളി റോഡിന്റെ നടുവിലാണ് പ്രവർത്തകരുള്ളത്. ഇപ്പോൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം, നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തകരെല്ലാം തന്നെ പുറകോട്ട് പോവുകയാണ്. പ്രകടനം വന്ന വഴിക്ക് തന്നെ തിരിച്ച് കോവൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ശക്തമായ പ്രതിഷേധം ലഹരിക്കെതിരെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. കാരണം ഈ മേഖല കേന്ദ്രീകരിച്ച്, ഈ കടകൾ കേന്ദ്രീകരിച്ച് ലഹരി ഇടപാട് നടക്കുന്നു, ലഹരി സംഘങ്ങൾ ഇവിടെ വരുന്നു എന്നാണ് നാട്ടുകാരുടെ ഡിവൈഎഫ്ഐയുടെ പരാതി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ പ്രകടനം നടത്തുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇടപെട്ട്, നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ഈ കടയുടെ മുന്നിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രകടനമായി കോവൂർ ഭാഗത്തേക്ക് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോവുകയാണ്. വലിയ രീതിയിൽ നാട്ടുകാർ ഇവിടെ തമ്പടിച്ചിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് ഒരു ഈവനിങ് നടത്തമൊക്കെ തന്നെ നടത്തിയിരുന്നു. ഇങ്ങനെ ലഹരി സംഘം ഈ കടയുടെ ഭാഗത്ത് വന്ന് ലഹരി ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നാട്ടുകാരുടെ ജെനുവിനായിട്ടുള്ളൊരു ആവശ്യമാണ് ഇതിൽ. അതേസമയം ഈ കടയിൽ പെട്ടിരിക്കുന്ന ആളുകളാരും ലഹരി ഉപയോഗിക്കുന്നവരോ ലഹരി വ്യാപനം നടത്തുന്നവരോ അല്ലെന്ന് മനസ്സിലാക്കുന്നു. ഇതിലെന്താണ് കട ഉടമയ്ക്ക് പറയാനുള്ളതെന്ന് കൂടി നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ആ കടയുടെ ഭാഗത്തുനിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് മുന്നോട്ട് വന്നോ സിനോജ്?
അരുൺകുമാർ, കടകളൊന്നും തന്നെ ഇന്ന് തുറന്നിട്ടില്ല. കടകൾ ഇന്ന് പൂട്ടിക്കിടക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു പ്രതിഷേധമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കടയൊന്നും തന്നെ ഇന്ന് തുറന്നിരുന്നില്ല. ഈ പ്രദേശത്തെ ഇത്തരം ഈ ആരോപണ വിധേയമായ ചായക്കടകൾ, അതായത് പുലർച്ചെ വരെ തുറന്ന് ഇരിക്കേണ്ട കടകളൊന്നും തന്നെ ഇന്ന് തുറന്നിട്ടില്ല. കാരണം അക്രമ സാധ്യതയുണ്ട്, സംഘർഷ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ കടകൾ തുറന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അവരുടെ പ്രതികരണം എടുക്കാൻ കഴിയില്ല. കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ അടഞ്ഞു കിടന്ന കടയിലേക്കാണ്, ഇന്നലെ സംഘർഷമുണ്ടായ കടയിലേക്കാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. ഇപ്പോൾ പോലീസ് ഇടപെട്ട് അവരെ പിന്തിരിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. പ്രകടനം വന്ന വഴിക്ക് തന്നെ ഈ കോവൂർ ഭാഗത്തേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോവുകയാണ്. നമുക്ക് ഡിവൈഎഫ്ഐ നേതാക്കളുണ്ട്, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐയുടെ നേതാക്കളും ഈ പ്രകടനത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അവരുടെ പ്രതികരണങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും സംഘർഷം ഇപ്പോൾ അവസാനിച്ചു. കോഴിക്കോട് കൊവ്വൂരിലെ രാത്രികാല കടകൾക്കെതിരെ പ്രതിഷേധിച്ച നാട്ടുകാരെ വ്യാപാരികൾ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ പ്രകടനം ഇപ്പോൾ നടക്കുന്നത്. കൊവ്വൂരേക്ക് അവർ തിരിച്ചു മടങ്ങുകയാണ്. അവർ ഒരു കടയിലെ ഒരു ഭാഗം അടിച്ചു തകർത്തിട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോകുന്നത്. ഇന്നലെ ഈ സ്ഥലത്ത് നിന്നും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു ലഹരി കൈവശം വെച്ച ഒരാളെ പോലീസ് എക്സൈസ് പിടികൂടിയിരുന്നു. അതിനെ തുടർന്നാണ് രാത്രികാല കടകൾ 10 മണിക്ക് ശേഷം തുറന്ന് പ്രവർത്തിക്കുന്നതിനെതിരെ ഇപ്പോൾ ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരിക്കുന്നതും. കടകൾ സാധാരണ പുലർച്ചെ വരെ തുറന്ന് പ്രവർത്തിക്കുമായിരുന്നു. എന്നാൽ പലയിടങ്ങളിലും കോവൂരിൻ്റെ ഈ ഭാഗത്തെ കടകൾ കേന്ദ്രീകരിച്ച് ലഹരി വ്യാപനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. ഇന്നലെ ഈ കടയിൽ ഒരിടത്തു നിന്നും മറ്റൊരാളെ, ലഹരി ഉപയോഗിച്ച ഒരാളെ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഈ പ്രതിഷേധം ശക്തമാകാനുള്ള കാരണം. അതിനിടയിൽ ഒരു ജനകീയ പ്രതികരണം വരുന്നു. ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ചായക്കച്ചവടത്തിൻ്റെ മറവിൽ ഒരു മയക്കുമരുന്ന് വിൽപ്പനയുടെ ഹബ്ബാക്കി ഈ പ്രദേശത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ശ്രമം ഒരുപറ്റം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായി ഡിവൈഎഫ്ഐ വലിയ പ്രക്ഷോഭത്തിലായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൗൺസിലർമാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ നാടിൻ്റെ സമാധാന ജീവിതത്തിന് ഭീഷണിയായി നിൽക്കുന്ന ഇവിടുത്തെ ഈ കച്ചവടം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. രാത്രി 10:30-ക്ക് ശേഷമുള്ള കച്ചവടം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഇന്നലെ കച്ചവടക്കാരോട് പറഞ്ഞപ്പോൾ ഇവിടെ കൊട്ടേഷൻ സംഘത്തെ നിർത്തി അതിനെ ആക്രമിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി അശ്വിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇന്ന് ഇതുപോലെ ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. ജനങ്ങളെയാകെ അണിനിർത്തിക്കൊണ്ട് ഈ മാഫിയ സംഘത്തിനെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനകീയ പോരാട്ടത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകും. ഓക്കെ, കാരണം കഴിഞ്ഞ ഒരു 6 മാസം മുമ്പാണ് ഇവിടെ ഈ ചായക്കച്ചവടം ആരംഭിച്ചത്. അന്നെല്ലാം ഏറ്റവും സമാധാനത്തോടുകൂടി ഫാമിലി എല്ലാം വന്ന് ചായ കുടിച്ചിരുന്ന കേന്ദ്രമാണ്. പക്ഷേ ഇപ്പോൾ സമീപകാലത്താണ് താമരശ്ശേരിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള ഈ മയക്കുമരുന്ന് രാസലഹരിയുടെ കച്ചവടക്കാർ ഇവിടെ കേന്ദ്രീകരിച്ച് ജില്ലയിലാകെ തന്നെ കച്ചവടത്തിന് നേതൃത്വം നൽകുകയാണ്. അത് ഈ നാടിന്റെ സമാധാന ലഹരിയുടെ ഹബ്ബായ ആ പ്രദേശം മാറുന്നതിൽ നാട്ടുകാരും കൗൺസിലർമാരും എല്ലാം ഇടപെട്ടാണ് ഈ തീരുമാനം എടുത്തതെങ്കിൽ അത് തീർച്ചയായിട്ടും കടക്കാർ അംഗീകരിക്കേണ്ടതായിരുന്നു. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. നിലവിൽ ഡിവൈഎഫ്ഐ ഭാരവാഹി പറയുന്നതനുസരിച്ച് അവരിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഇതിലെ കൊട്ടേഷൻ സംഘത്തെ നിർത്തിയാണ് ഡിവൈഎഫ്ഐ ഈ പ്രതിഷേധത്തെ നേരിട്ടതെന്നാണ് പറയുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടരും.